ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ അച്ഛൻ്റെ മരണശേഷം എന്നെയും അമ്മയെയും അമ്മാവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെയാണെങ്കിൽ അമ്മാവനും അമ്മായിയും അവരുടെ ഒരു മകനും മാത്രമാണുള്ളത്. എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ മരണം. അച്ഛനില്ലാത്ത എനിക്ക് അച്ഛനെ പോലെ ആയിരുന്നു അമ്മാവൻ. എല്ലാ കാര്യത്തിലും അമ്മാവൻ കൂടെ കാണും. അമ്മാവൻ്റെ സ്നേഹവും ലാളനയും എനിക്കായിരുന്നു അവരുടെ മകനേക്കാൾ കൂടുതൽ നൽകിയിരുന്നത്. അതിന് കാരണം എൻ്റെ അച്ഛൻ്റെ മരണമാണെന്ന് ഞാൻ ആദ്യം കരുതിയത്. അച്ഛനില്ലാത്ത എനിക്ക് അമ്മാവൻ അച്ഛനെ പോലെയാണെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ എനിക്ക് പ്രായം 18 അമ്മാവൻ്റെ ആ സ്നേഹത്തിൻ്റെയും ലാളനയുടെയും വേഗത കൂടുന്നത് എനിക്ക് മനസ്സിലായി തുടങ്ങി. അമ്മയുടെ ആംഗ്ലയായതുകൊണ്ട് ഇതൊന്നും ആരോടെങ്കിലും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്ന് അമ്മാവനറിയാമായിരുന്നു. പലപ്പോഴും ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് അമ്മാവൻ എന്നോട് പെരുമാറിയിരുന്നത്. ഇടയ്ക്കൊക്കെ പറയും അമ്മാവന് എൻ്റെ സ്നേഹവും ലാളനയും പലതും വേണമെന്നൊക്കെ. ആദ്യമൊക്കെ ഇതൊരു തമാശയായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. പിന്നെ പതിയെ അതിപ്പോൾ കാര്യമായി തുടങ്ങി. അമ്മാവൻ ആരുമില്ലാത്തപ്പോഴൊക്കെ എൻ്റെ അടുത്ത് വരും. എന്നെ ഓരോന്ന് കാട്ടിയൊക്കെ തരും. അതൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത പേടിയാണ്. ആരോടും പറയാതെ ഞാൻ അതെല്ലാം കണ്ട് മിണ്ടാതിരിക്കും. ഒരു ദിവസം അമ്മായിയും അമ്മയും അമ്മാവൻ്റെ മോനും കൂടി അമ്മയുടെ വീടിനടുത്തുള്ള ഒരമ്പലത്തിലേക്ക് യാത്ര പോയി. എനിക്കാണെങ്കിൽ എക്സാം ആയതുകൊണ്ട് അവരുടെ കൂടെ പോകാൻ കഴിഞ്ഞില്ല. ഞാൻ പോകാത്തത് കൊണ്ട് അമ്മാവനും പോയില്ല. എനിക്ക് കൂട്ടിരുന്നോളാമെന്നും പറഞ്ഞ് അമ്മാവൻ അവിടെ നിന്നു. അങ്ങനെ അവർ രാവിലെ തന്നെ അമ്പലത്തിലേക്കുള്ള യാത്ര തിരിച്ചു. പോകാൻ നേരം രാത്രിയാകും വരാനെന്ന് അവർ പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത ഭയമായിരുന്നു. എന്നാലും അവർ പോയതിന് പിന്നാലെ ഞാനും കോളേജിലേക്ക് പോന്നു. പോകാൻ നേരം അമ്മാവൻ പറഞ്ഞു, നീ വരുമ്പോൾ ഇവിടെ നിനക്ക് ഒരു സർപ്രൈസ് ഉണ്ടാകുമെന്ന്. അത് കേട്ടതും ഞാൻ അമ്മാവനെ നോക്കി ഒന്ന് ചിരിച്ചു. പക്ഷേ എൻ്റെ മനസ്സിലാകെ പേടിയായിരുന്നു. വൈകുന്നേരത്തെ കാര്യങ്ങളോർത്ത് എനിക്കൊരു സമാധാനവുമില്ലായിരുന്നു. എക്സാം എഴുതുമ്പോഴും അമ്മാവൻ പറഞ്ഞ ആ സർപ്രൈസ് മാത്രമായി എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് എക്സാം പോലും മര്യാദയ്ക്ക് എഴുതാൻ എനിക്ക് പറ്റിയില്ല. എക്സാം കഴിഞ്ഞ് ബെല്ലടിച്ചതൊന്നും ഞാൻ അറിഞ്ഞില്ല. എക്സാം കഴിഞ്ഞതും ഞാൻ വേഗം ബാഗെടുത്ത് പുറത്തേക്കിറങ്ങി പതിയെ വീട്ടിലേക്ക് നടന്നു. നടക്കുമ്പോഴെന്തോ പതിവിനേക്കാൾ വിപരീതമായിരുന്നു എൻ്റെ നടപ്പ്. നടന്നിട്ട് എത്താത്ത പോലെയായിരുന്നു. അതിനു കാരണം എൻ്റെ മനസ്സിലെ ആ പേടി തന്നെ. അങ്ങനെ
ഓരോന്നാലോചിച്ചപ്പോഴേക്കും വീടെത്തിയതറിഞ്ഞില്ല. വീട്ടിലെത്തിയതും അമ്മാവൻ എന്നെയും കാത്ത് ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അമ്മാവൻ്റെ മുഖത്തെ ആ സന്തോഷം എൻ്റെ മനസ്സിലെ പേടി കൂടാൻ കാരണമായി. അങ്ങനെ പതിവിനേക്കാൾ വിപരീതമായി അമ്മാവൻ്റെ പ്രവൃത്തികൾ. എനിക്ക് വേണ്ടി അമ്മാവൻ സ്വന്തമായി ചായയും പലഹാരങ്ങളുമൊക്കെ ഉണ്ടാക്കിയിരുന്നു. എന്നെ കൊണ്ട് അത് മുഴുവനും കഴിപ്പിച്ചു. എന്നിട്ട് എന്നോട് പോയി ഫ്രഷായി വരാൻ പറഞ്ഞു. ഫ്രഷായി കഴിഞ്ഞ് അമ്മാവൻ്റെ റൂമിലേക്കാണ് എന്നോട് ചെല്ലാൻ പറഞ്ഞത്. ഞാൻ പേടികൊണ്ട് വേഗം എൻ്റെ റൂമിലേക്ക് നടന്നു. ഒന്ന് ഫ്രഷായി എൻ്റെ ബെഡിലിരുന്നു. കുറച്ചു നേരം ഓരോന്നാലോചിച്ച് അവിടെ തന്നെ ഇരുന്നു. അമ്മാവൻ വിളിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്നിട്ട് ഞാൻ നേരെ ഹാളിലേക്ക് നടന്നു. ഞാൻ ചെല്ലുമ്പോൾ അമ്മാവൻ ഹാളിലെ സോഫയിലിരിപ്പുണ്ടായിരുന്നു. എന്നെ നോക്കി കാത്തിരിക്കുകയായിരുന്നു അമ്മാവൻ. എന്നിട്ട് എന്നെ കണ്ടതും എന്നെയും കൂട്ടി അമ്മാവൻ നേരെ റൂമിലേക്ക് നടന്നു. പേടി കൊണ്ട് എനിക്കൊന്നും മിണ്ടാൻ പറ്റാതെയായി. ഞാൻ എതിർക്കാതെ അമ്മാവൻ്റെ പിന്നാലെ റൂമിലേക്ക് നടന്നു.